ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാൻ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞാണേ, അമ്മ പറയണ്ട, ഞാൻ സ്വാഗതം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അത് കണ്ടോ, ഇപ്പോൾ ഒന്നും ചെയ്യാതെ സ്വാഗതം പറയാതെ എന്നെ നോക്കിയിട്ട് ഇരിക്കുവാണ്. സ്വാഗതം പറയണ്ട. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണോ? നമുക്ക് നല്ല വിശേഷം കേട്ടോ, നമ്മൾ സുഖമായിട്ട് ഇരിക്കുവാണ് അല്ലേ? ഇങ്ങോട്ട് നോക്കി പറ. അപ്പം നമ്മുടെ വിശേഷം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആദൂട്ടിക്ക് ചുമയാണ് കാര്യങ്ങളാണെന്നൊക്കെ. ദൈവം സഹായിച്ചിട്ട് പ്രാർത്ഥന കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് തോന്നുന്നു നമ്മുടെ ആദൂട്ടിക്ക് ചുമയൊക്കെ മാറി. ആദൂട്ടി ഉഷാറായിട്ടുണ്ട്. ഇപ്പം എണീറ്റ് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ് ഈ കാണുന്നത്. എണീറ്റ് വന്നതിൻ്റെ ചെറിയൊരു ക്ഷീണമുള്ളൂ. അപ്പം ചുമയും കാര്യങ്ങളൊക്കെ മാറി. എന്നും വീഡിയോ ഇട്ടില്ല, ശരിയാവില്ല. ഞാൻ ലൈവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. പറ്റുന്നത് പോലെ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ വിശേഷമൊക്കെ ആയിരിക്കും. ഇന്ന് ചെറിയ ചെറിയ ഞങ്ങളുടെ വിശേഷങ്ങൾ, ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോയാണ്. പിന്നെ ഒരുപാട് മരുന്ന് കൊടുക്കാനുണ്ട്. നമ്മൾ സാധാരണ ന്യൂറോ മെഡിസിൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൂടാതെ ഒരുപാട് മെഡിസിൻ ഇപ്പോൾ കൂടുതലായിട്ട് കൊടുക്കാനുണ്ട്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈമെടുത്തു, ഇങ്ങനെ തന്നെ എടുത്തിട്ട് കൈമെടുത്തു. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കണം, മരുന്ന് കൊടുക്കണം, ഒരുപാട് പരിപാടികളുണ്ട്. കണ്ടോ, പനി വന്നപ്പോഴത്തേക്കും കുഞ്ഞാവി അങ്ങ് മോന്തി അങ്ങ് കുഞ്ഞായിപ്പോയിട്ടോ. അല്ലെങ്കിലേ ഇച്ചിരി ഉള്ളൂ. 7 വയസ്സുള്ള ചേട്ടനായിരുന്നു ആരേലും പറയുമോ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ആരേലും ആണെന്ന് പറയുമോ? ആദൂട്ടി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചു പോയി. ഇനിയിപ്പോൾ ഇത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് പണിയാണ്. ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി വരണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ഇനി അമ്മ നന്നായി കിടന്ന് കഷ്ടപ്പെടണം. അത് പറഞ്ഞതിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, സങ്കടം വന്നു. അതുകൊണ്ടാണ് മോന്തെ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. അപ്പോൾ അവന് ക്ഷീണമാണെന്നൊന്നും പറയുന്നത് ഇഷ്ടമല്ല. ക്ഷീണമൊക്കെ മാറി സുന്ദരനായി ഞങ്ങൾ ഓടിച്ചാടി നടക്കും. അപ്പം വീഡിയോ പിന്നെ ഡെയിലി വീഡിയോ ആദ്യമായിരിക്കും എടുക്കുന്നത്. പുഴയിലൊക്കെ പോയി കുളിയൊക്കെ ചെയ്ത് പിന്നെ ഡെയിലി ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ആദൂട്ടി ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഉണ്ണിക്കുട്ടൻ അവിടെ കിടന്ന് എന്തോ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ഉണ്ണി ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല, കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറ് വെച്ചിട്ടില്ല, എന്തെങ്കിലും കറികളൊക്കെ വെക്കണം. ഇവൻ നിലത്ത് കിടക്കുവാണെങ്കിൽ മീൻകറി വെച്ചിട്ടുണ്ട്, ചോറ് വെച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇവിടെ കൊഞ്ചിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയി കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താന്ന് മറന്നുപോയി. അമ്മ കളിയാക്കിക്കൊക്കെ ഉണ്ടോ? ഞാൻ തെറ്റിപ്പോയാൽ അവൻ കളിയാക്കിച്ചിരിക്കുന്നതാണ്. കളിയാക്കിച്ചിരി ഇച്ചിരി കൂടുതലായിപ്പോൾ അമ്മേനെ. അമ്മമാരെ കളിയാക്കാൻ പാടില്ല കേട്ടോ. കളിയാക്കിച്ചിരി ഇച്ചിരി കൂടുതലാണ്. എന്തായാലും കയ്യിൽ നിന്ന് തെറ്റിപ്പോ നോക്കിയിരിക്കണം അവൻ കളിയാക്കിച്ചിരിക്കാൻ. അങ്ങനെ ഞാനുണ്ടല്ലോ. ഇനിയിപ്പോൾ ആദൂട്ടിക്ക് സ്കൂൾ അടച്ചു കേട്ടോ. 2ാം ക്ലാസ്സിലല്ലായിരുന്നു, ആദൂട്ടിക്ക് സ്കൂളൊക്കെ അടച്ചു. ഇനിയിപ്പോൾ സ്കൂളിലൊന്നും പോകണ്ട, ആദൂട്ടി ഫ്രീ ആണ്. ഇനി സ്കൂളൊക്കെ അടച്ചുകൊണ്ട് ആദൂട്ടി ഇനി എന്നും ഫ്രീ ആണ്. ആദൂട്ടി ഇനി എന്നും വീഡിയോ ഒക്കെ ഇടും. ആദൂട്ടി ഇനി ഫ്രീ ആയിട്ട് വീട്ടിൽ എന്നും ഉണ്ടാവും കേട്ടോ. ഇനി 10 ദിവസം കഴിഞ്ഞ് ആദൂന് സ്കൂളിൽ പോയാൽ മതി അല്ലേ മോനെ? 10 ദിവസം കഴിഞ്ഞ് ആദൂന് സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അല്ലേ? അല്ലേടാ, അല്ലേ? കള്ളച്ചെറുക്കൻ്റെ ചിരിയാണ്. എന്നോട് പറയുമായിരുന്നേ, അമ്മ വീഡിയോ ഒന്നും എടുക്കണ്ട, ഞാൻ വീഡിയോ ഒക്കെ എടുത്തോളാം എന്നൊക്കെ ആദൂട്ടി എന്നോട് പറയായിരുന്നു കേട്ടോ. അതേ നമ്മുടെ ഒരാൾ വന്നിട്ടുണ്ട്, കാണിച്ചു വന്നതാണേലും ഇവിടുത്തെ രാജാവ് എന്നുള്ള ഭാവമാണ് കേട്ടോ. ഇപ്പം ദേ ഞങ്ങളുടെ രാജാവ് പോന്നു. ദേ ഞങ്ങളുടെ രാജാവ് പോവാണ് ആള് പോവാണ് കേട്ടോ. ഇങ്ങോട്ട് വാ നല്ല അനുസരണ. അതുകൊണ്ട് കയറി പൂച്ച മാമിയേ കയറിപ്പോയി, പൂച്ച കയറിപ്പോയി. ചുമയുണ്ട്, ചിരിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരത്തെ വീഡിയോ ഉണ്ടാവുള്ളൂ അല്ലേ? അതെന്താ കഴിക്കുന്നതെന്നൊക്കെ നോക്കാതെ. അതെന്താ കഴിക്കുന്നതെന്നൊക്കെ നോക്കാം എല്ലാവർക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഉണ്ണിക്കുട്ടനെ എണീറ്റ് വന്നിട്ട് സ്കൂൾ അടച്ചിട്ട് ബോറടിക്കുവന്ന്. ഇവിടെയാണെങ്കിൽ ഉണ്ണിക്കുട്ടനുള്ള സന്തോഷം വേറെ ഒരുത്തിന്. പക്ഷെ ഉണ്ണിച്ചേട്ടന് ബോറടിക്കുവന്ന്. ഉണ്ണിക്കുട്ടൻ ഹായ് പറയൂ. ഞാൻ എന്തോ ഒരു റേസർ കിട്ടിയിട്ടുണ്ട്, അതെടുത്ത് റിപ്പയറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടെ ഇങ്ങനത്തെ കാണുന്നത്. കാണിച്ച മോനെ അത് ആദൂട്ടിയുടെ സ്നഗ്ഗിയാണ് കേട്ടോ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അവിടെ ഒരു കപ്പ് ഉരുപ്പുണ്ട്. കാണിച്ചേ.
ഇതാട്ടോ റേസർ ക്രിസ്മസ് പ്രിന്റ് കിട്ടിയതാണ്. അതെന്താ ബർഗറൊക്കെ ആട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണേ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു രൂപയുടെ റൈസർ വേണേൽ തന്നെ വീട്ടിൽ ഒച്ചപ്പാടായിരുന്നു. അതെ ഇപ്പം ഇവിടെ ഫ്രഞ്ച് ഫ്രൈസും ബർഗറൊക്കെയാണ് ഇതായിട്ട് കേട്ടോ, മായ്ക്കാനായിട്ട്. നോക്കണേ, കാലം പോയാ പോക്കേ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. കിട്ടുമോ? അച്ഛനും അമ്മേനെയും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ. ഉണ്ണിച്ചേട്ടനെ എന്താണ് ഉണ്ണിക്കുട്ട ലീവായിട്ട് പരിപാടികൾ എന്താണ് ഇന്ന് കേട്ടോ? ഒരു പരിപാടിയില്ലേ? ഇപ്പോഴേ പോകുന്നുണ്ടോ? ഇപ്പോഴേ കുളിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ണിച്ചേട്ടൻ്റെ പരിപാടി. ഞാൻ 9:30 ആയിട്ടോ. ഞങ്ങൾ ഇച്ചിരി നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. ഉണ്ണിച്ചേട്ടനായിട്ട് ഇച്ചിരി നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ആദൂട്ടിക്ക് പുട്ടെടുക്കണം. അപ്പം നമ്മുടെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ. എല്ലാവരും ഒന്ന് അടുക്കളയിലേക്ക് വായോ. പൂച്ച സാറ് ഇവിടെ ഒന്ന് കിടപ്പുണ്ടേ. ഭയങ്കര വികൃതിയാണ്. കണ്ടോ അതിന് മറിച്ചിടാനുള്ള പരിപാടിയാണ്. ചുമ്മാ കിടന്നു ബേബിന്ന് വെച്ചോ. നമ്മളെ രാവിലത്തേക്ക് കഴിക്കാൻ പുട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും പുട്ട് ഇഷ്ടമായിരിക്കും. പുട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ കൂടെ പുട്ടിന് പഴമാണ് കേട്ടോ, നല്ല പഴം. ഞാൻ രാവിലെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ അതെ നന്നായിട്ട് പഴുക്കാത്തതുകൊണ്ട് പഴുത്തതുകൊണ്ട് ഞാൻ പഴുത്തതായിട്ട് മേടിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്, ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പഴുക്കാത്ത മേടിച്ചിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചിട്ട് പഴുത്താണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ മാളൂസിനും ഉണ്ണിക്കുട്ടനും എനിക്കും മാളൂസിനും എല്ലാം കൂടിയുള്ള പുട്ടാണേ. ഉണ്ണിക്കുട്ടൻ പറയുന്നുണ്ട് പൂട്ടും പഴവും എന്നൊക്കെ. നിനക്ക് വേണ്ട ഉണ്ണിപ്പാ? അവന് കഴിക്കാനും മൂടില്ല കേട്ടോ, ഉണ്ണിക്ക് കഴിക്കാനും മൂടില്ല. അപ്പോൾ പൂട്ടും പഴവും ഇവിടെ ഇരിക്കട്ടെ. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് മറ്റേ മീൻകറിയാണ് കേട്ടോ. നമ്മൾ അവിടേക്ക് ഉണക്കമീൻ കിട്ടത്തില്ലേ, ഉണക്ക കഷ്ണമീൻ കിട്ടും. ആ കഷ്ണമീൻ കറിയാണ്. അങ്ങനെ ഇത് ഉണക്കമീൻ. ഉണ്ണി പുഴയിൽ നിന്ന് പച്ചമീൻ എനിക്ക് പിടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു കറി വെക്കുന്നില്ല. ഉണ്ണി എത്ര കൊണ്ടുവരുമോ? 20 മീനും ഉണ്ണിക്കൂട്ടം കൊണ്ടുവരുന്നതുകൊണ്ട് മീൻകറി ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇനി മീൻകറീൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ആവശ്യമുണ്ടോ ഉണ്ണി? അപ്പം ഇനി മീൻകറീൻ്റെ ആവശ്യമൊന്നുമില്ല. എടുത്തെറിയണ്ട, അതവിടെ ഇരുന്നോട്ടെ. അവൻ പറയാം ഇനി ഞാൻ മീൻ കൊണ്ടിരുന്നോണ്ട് ഒന്നും ആവശ്യമില്ല, എടുത്തെറിയാൻ പറഞ്ഞ. ഞാൻ പറഞ്ഞത് വേണ്ട, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ. കുരുത്തം കെട്ട ഒരു ചെറുക്കൻ പല്ലി വയ്ക്കുന്നുണ്ട് എവിടെ കയറിയെന്നാന്ന്. ടാങ്ക് ഇതേ വെച്ചേക്കുന്നത് എവിടെയാണ് കേട്ടോ. അതിന്റെ പൊക്കത്ത് കയറി നിന്നിട്ട് പല്ല് തേക്ക. പൂച്ച കടിക്കുവന്നവനെ. പൂച്ചേനെ പേടിച്ചിട്ട് ഉണ്ണിക്കുട്ടൻ പൊക്കത്ത് കയറിയിരുന്നാണ് പല്ല് തേക്കുന്നത്. പൂച്ച കടിക്കുന്നതിന് ഉണ്ണിക്കുട്ടൻ പൊക്കത്ത് കയറിയുന്നതിന് പൂച്ച അതിന്റെ പൊക്കത്ത് കയറി. നീ എവിടെ കയറും? ഇതിന്റെ പൊക്കത്ത് കയറുന്നു. കണ്ടോ, കുരുത്തക്കേടില്ലാത്ത കൊച്ചാണ് കേട്ടോ. എനിക്കൊരു കൊച്ചുണ്ട്, ഒരു ചെറുക്കൻ കൊച്ചു. ഒരു കുരുത്തക്കേടും ഇല്ല. അതുകൊണ്ട് ഇവിടെ കയറി നിന്നിട്ടാണ്. ചാടി ഇറങ്ങി. അവിടെ പാത്രം ചേട്ടൻ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊന്നും നടാനൊന്നും സൗകര്യമില്ല കേട്ടോ, സിമെൻ്റ് ആയതുകൊണ്ട്. പിന്നെ അതുപോലെ സ്ഥലമില്ല, വാടകയ്ക്കല്ലേ. അപ്പം ആദൂട്ടീൻ്റെ അച്ഛൻ വെച്ചതാണേ. ആദൂട്ടീൻ്റെ അച്ഛൻ ബേക്കിൽ ചുമ്മാ ഒന്ന് പാകിയിട്ട് വെച്ചതാണ് കേട്ടോ. വെച്ച് കഴിഞ്ഞപ്പോൾ അത് മുളച്ചിട്ടുണ്ട്. ഒരു കായായി, ഒരെണ്ണമായിട്ടുണ്ട്, ഒരു മുളകായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതെന്തോ പൂവാണ് കേട്ടോ. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. മറ്റേത് ആവശ്യമുള്ള കാര്യം, ഇത് ആവശ്യമില്ലാത്തൊരു കാര്യം. ഇതെന്തോ പൂവാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് നമ്മുടെ പനിക്കൂർക്ക. ആദൂട്ടിക്ക് വല്ല ജലദോഷമൊക്കെ ഉടനെ കൊടുക്കാമല്ലോ. പനിക്കൂർക്കയുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് മുളകും തൈ വീണ്ടും പാകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ മുളക് കടയിൽ നിന്നൊന്നും വാങ്ങിയല്ല കേട്ടോ. മുളകെല്ലാം ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പറിക്കത്തേ ഉള്ളൂ. മുളകും തൈ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ പാകി വെച്ചതാണ്. ഒരു മുളകുണ്ടായപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് കാണിച്ചു തന്നെയാണ്. ഭക്ഷണം എടുക്കലൊക്കെ സ്വന്തമാണ് കേട്ടോ. അത്ര മതിയോ? കാരണം ഉണ്ണിക്കുട്ടനെ സ്വന്തമായിട്ട് എടുത്തോളൂ. മാളൂസിനാണ് എടുത്തു കൊടുക്കണം. ഉണ്ണിക്കുട്ടനെ പിന്നെ എടുത്തു കൊടുക്കൊന്നും വേണ്ട. ചായ വേണ്ടേ? കൊണ്ടുവന്നാൽ കുടിക്കാം. എത്രയോ നല്ലൊരു ചെറുക്കൻ കൊച്ചിന് എവിടെയെങ്കിലും കിട്ടുമോ? ഇത് അങ്ങനെയാണ് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. അല്ല മുത്തേ? അല്ല, ചീത്ത കൊച്ചാണ്. ഒരു കൊച്ചി ഇവിടെ കിടന്ന് കളിക്കുന്നു. ആദൂട്ടിക്ക് പുട്ട് കൊടുക്കാൻ എടുക്കുവാണ് കേട്ടോ. ചുമയായതുകൊണ്ട് അവൾ തിന്നുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഒരു കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട്. പുട്ടിന് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. ആരും ഒന്നും വിചാരിക്കരുത്, ഒരളവാണ്. പഞ്ചസാര കേട്ടോ. പഞ്ചസാരയും പുട്ടുമാണ് നമ്മൾ രാവിലെ നമ്മുടെ കുഞ്ഞാവയ്ക്ക് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ആൾക്ക് പ്രിയപ്പെട്ട ഒരു ഫുഡുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കട്ടൻ ചായയാണ് കേട്ടോ.
കട്ടൻ ചായയും പുട്ടും പഞ്ചസാരയും കൂടിയാണ് രാവിലെ ആദൂട്ടിക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഫുഡ് കൊടുത്തിട്ട് കാണാവേ. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. മൂതലെന്തോ വന്നേനും കളിയാക്കിച്ചിരിക്കുമോ. ഇവനെയും കൊണ്ട് മടുത്തു. ഇവനെയും കൊണ്ട് മടുത്തോ. വണ്ടി. അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോവുള്ളൂ. ഇത് എല്ലാവരും എടുത്ത് ചുമച്ച് ഓടിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.